എൻ്റെ വീഡിയോ ഇന്നത്തേക്ക് ഇത്ര ഉള്ളു ഗൈസ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി നേരെ വീട്ടിലായിട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഗായ്സ് വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എണീറ്റുള്ളൂ ഗൈസ്. സമയം ഒരുപാട് വൈകിപ്പോയി എണീറ്റപ്പോൾ. ഇപ്പോൾ 11 മണി ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലാണ് നിൽക്കണത് ഗൈസ്. എണീറ്റ് ഇനി പല്ല് തേക്കണം, പ്രഭാത കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് ഗൈസ് എനിക്ക്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഞാൻ വരാം. കുറേ നാൾക്ക് ശേഷമുള്ളൊരു വ്ളോഗാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഡെയിലി മൈ ലൈഫ് ഇൻ വ്ളോഗ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്, പക്ഷേ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യാത്തത്. ഞാനൊന്ന് പ്രഭാത കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പുറത്താട്ടിറങ്ങിയിരിക്കുകയാണ് ഫ്രഷായിട്ട്. അപ്പോൾ ഞാൻ വെൽക്കം ബാക്ക് പറയാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ എവരിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ പുറത്തായിട്ടൊന്ന് കടയിൽ പോകാൻ വേണ്ടിയാണ്. തൊണ്ണാച്ചി വന്നിട്ടുണ്ട്. ഞാൻ തൊണ്ണാച്ചിനൊന്ന് വിളിച്ചിട്ടേ ഗൈസ്. എന്തേ നടന്നുകൊണ്ട് ഞാൻ കാണിച്ചു തരാവേ. ഒറ്റത്തൊന്ന് നടന്നു തന്നെയാണ് തൊണ്ണാച്ചി. ഞാനവിടെ ക്യാമറ കണ്ടിട്ടാണ് തോന്നുന്നു വിളിച്ച് കിടക്കുന്നത് കേട്ടാ. ഞങ്ങളൊന്ന് കടയിലാട്ട് എത്തട്ടെ, നേരെ കടയിലെത്തിയിട്ട് വരാട്ടാ. ഓക്കെ. അങ്ങനെ ഗൈസ് കടയിൽ പോയിട്ട് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അവൻ തിരിച്ചതേ നടന്നു പോണത് അവനാണ്. അപ്പോൾ അവൻ വീട്ടിലാട്ട് പോകണേണ് ഗൈസ്. അവൻ വീട്ടിലെന്തോ സാധനം കൊടുക്കാൻ മേടിക്കാൻ വേണ്ടി പോയതാണ്. നേരെ ഞാൻ ഗ്രൗണ്ടിലായിട്ടാണ് പോണത്. ഞങ്ങളുടെ ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് മൊത്തം വെള്ളമാണ് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഗ്രൗണ്ടിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഗ്രൗണ്ടിലായിട്ട് നടക്കണ വഴിയാണ് കേട്ടത്. തൊണ്ണാച്ചി നടന്നു കൊണ്ട് ഗൈസ് ഇതുവഴി. അപ്പോൾ ഈ പാലം വഴിയാണ് കയറണട്ടത്. ഈ പാലത്തിലായിട്ട് റിസ്ക് പിടിച്ച പാലമുണ്ട് കേട്ടോ. പാലത്തിലൂടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ നടന്നു പോകാൻ പറ്റുള്ളൂ ഗൈസ്. ആണ് പാലം. ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. ഭയങ്കര വെള്ളം നിറഞ്ഞ് പശുവിനെ കൊണ്ടുവന്ന് കിട്ടി നാശമാക്കി വെച്ചേക്കണാണ് ഗൈസ്. ഇവിടെ മഴ കാരണമാണെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു സൗകര്യമില്ല. പഞ്ചായത്തുകാർക്ക് ഇതൊക്കെ ചെയ്തു തരാൻ പഠിച്ചെന്നാൽ ഞങ്ങളല്ലേ ഇരിക്കണം. നേരെ എന്താ ഷെഡിലായിട്ട് എത്തട്ടെ. അവിടെയാണ് ഞങ്ങൾ ഇരിക്കണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷെഡിലെത്തി ഗൈസ്. ഇവിടെ വന്നപ്പോൾ 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് അംബീഷൻ, ഇവിടുത്തെ ഏറ്റവും വലിയ മീൻപിടുത്തക്കാരനാണ്. അതാണ് അദ്വൈത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷെഡ്. ഇവിടുത്തെ ഏറ്റവും കൂരി പിടിക്കുന്ന ആൾ വരാണ് കേട്ടോ ഗൈസ്. അതാണ് ഞങ്ങളുടെ ഷെഡിന്. ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇരിക്കട്ടെ ഗൈസ്, ചില്ലടിച്ച്. ഗൈസ് ഞങ്ങളുടെ ഗ്രൗണ്ട് പ്രകൃതി രമണീയമാണ് ഗൈസ്. കൊക്ക് വരും. പശു പോയി കഴിഞ്ഞപ്പോൾ കൊക്കും വന്ന് എല്ലാം ഉണ്ട് ഗൈസ്. കൊക്കിനെ കണ്ട വെള്ളം കുടിക്കണാണ്. പിന്നെ വെള്ളം കുടിക്കാനുള്ള സ്ഥലമുണ്ട് ഗൈസ് അവിടെ. മീനും കൂടി ഉണ്ടെങ്കിൽ ഹാപ്പി. ഗൈസ് കൊക്ക് അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഗൈസ് കൊക്കിന്. അവിടെ നടന്ന് ഇവിടെ എത്തി. വാടാമോനെ. അതിനടുത്തായിട്ട് വരാനൊരു മൂടില്ലെന്ന് തോന്നുന്നു ഗൈസ്. അതവിടെ ഇതില്ല, ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പം അത് പോട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോവുകയാണ് കേട്ടോ. അംബീഷൻ കൂരികളുടെ നേതാവ് അല്ലേ, കൂരി പിടിക്കുന്ന നേതാവ് അക്കൂസ് അനാഥനുണ്ട് ഗൈസ്. ബാക്കിൽ തന്നെയാണ് അക്കൂസ് അനാഥനും. കഴിച്ചിട്ട് വേണം. അപ്പൊ അക്കുവിന് വേണ്ടി ബിരിയാണി ഉണ്ട് ഗൈസ്. ബിരിയാണി മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ വർക്കിന് പോകണേണ്. നേരെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാട്ടോ. ഓക്കെ. അപ്പൊ ഞങ്ങൾ വർക്കിന് പോവുകയാണ് ഗൈസ്. ആശുവാക്കിന് പോകണ്ട ഓടി കാണിക്കാട്ട് വിളിച്ചിരിക്കുന്ന ഗൈസ്. കയറിട്ട് വെച്ച് നേരെ ഓഫീസിലായിട്ട് നേരെ ഓഫീസ് ചെയ്തിട്ട് വരാട്ടാ. ഗൈസ് ഞാനങ്ങനെ ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. പോണ വഴി കണ്ടമാനം ബ്ലോക്കായിരുന്നു കേട്ടോ. ഓ
കഴപ്പം ബ്ലോക്കായിരുന്നു ഗൈസ്. അതെ ഇപ്പോൾ ഒന്ന് ഓഫീസിൽ എത്തിയാണ്, സമയം വൈകി. അന്നേരെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ നേരെ വർക്കിന് ഇറങ്ങട്ടെ, ടൈമില്ല ഗൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ 1/2 ലിറ്റർ വെള്ളം കുടിക്കുന്ന ശീലമുണ്ട് ഡെയിലി. അപ്പോൾ എല്ലാവരും ഡെയിലി വെള്ളം കുടിക്കണം നല്ലതാണ് ഗൈസ്. അപ്പോൾ വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോൾ വിഷ്ണുച്ചേട്ടൻ വന്ന് ഗൈസ് കാണിച്ചു തരാം. വിഷ്ണുച്ചേട്ടനോട് മോൻ കഴിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. തീർന്നിട്ടില്ല വെള്ളം കുടിച്ചിട്ടേ. ഇതാണ് വിഷ്ണുച്ചേട്ടൻ. ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ പണിയെടുക്കലുണ്ട്, തിരക്കാണെന്ന് പറഞ്ഞ പോലെടാ. അപ്പോൾ ഗൈസ് ഞാൻ വെള്ളം കുടിയും കഴിഞ്ഞ് വർക്കിന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ബാക്കിലെത്ത് നിരന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടെ മഴ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും വർക്കൊക്കെ ഒന്ന് തീർത്തിട്ട് വരാട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വർക്ക് ഏകദേശം തീർത്ത് ഓഫീസിൽ വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. നല്ല കഴപ്പം മഴയും നല്ല കഴപ്പം ബ്ലോക്കുമായിരുന്നു. ഞാൻ അപ്പോൾ ട്രാപ്പായിപ്പോയി ഗൈസ്. ഞാൻ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. ഇതാണ് എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോയിലൊന്നും കാണിക്കുന്നത് ഗൈസ്. ആദ്യം അടുത്തൊരാളെ കൂടി കണ്ടു കേട്ടിട്ടുണ്ട്. ഞാനെന്താ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നടക്കുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും കണ്ടന്റൊന്നും ഇല്ല ഗൈസ്. അപ്പം ഞാനിനി നേരെ എനിക്കിനി സാധനമൊക്കെ ഇറക്കി വെച്ചിട്ട് ഫോറം മാളിലോട്ട് പോകാനുണ്ട്. പിന്നെ അവൻ വരാനുണ്ട് ഗൈസ്. നേരെ ഫോറം മാളിൽ പിന്നെ കാണാനും പറിക്കാനൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഫോറം മാളിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അടുത്ത് നേരെ ഇനി ഫോറം മാളെത്തിയിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഫോറം മാളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങളെ കൊണ്ടൊന്ന് വണ്ടി ഒതുക്കണം. വണ്ടിയൊന്നും ഒതുക്കണ്ട. അതെ ഫോറം മാൾ. അങ്ങനെ ഫോറം മാളിനുള്ളിൽ പ്രവേശിക്കാൻ പോവുകയാണ് ഗൈസ്. നേരെ അപ്പുറത്താണ് നടന്നു പോകേണ്ടത്. ഷോറൂമിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കൊച്ചുണ്ട് ഗൈസ്. കൊച്ചിനെ ഇതാണ് ആ ഷോപ്പ്. അവിടെ ആ കൊച്ചിനെ കാണാനില്ലേ, ലീവാണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ലെൻസ് കാർട്ട് എത്തി. ലെൻസ് കാർട്ട് ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടെന്നോ. ഇല്ല, അർജുൻ മാത്രമേ ഉള്ളൂ. അർജുൻ പണിയെടുക്കണം ഗൈസ്. കാശി അവിടെ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഫോറം മാളിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. നേരെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലായിട്ടാണ് ഗൈസ്. അപ്പം വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി നേരെ വീട്ടിലായിട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ലൈക്കും ചെയ്യണ്ട, ഷെയറും ചെയ്യണ്ട, സബ്സ്ക്രൈബും ചെയ്യണ്ട. പറഞ്ഞാലോട്ടും ചെയ്യില്ല ഗൈസ്. അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, വാശി കൊണ്ടിട്ടാവും ഇവിടെ. ഓക്കെ ഗൈസ്, നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. ഓക്കെ.